ഹായ്. കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കാൻ നമ്മൾ മാതാപിതാക്കൾക്ക് വലിയ ഇഷ്ടമാണ്. കാശൊക്കെ മുടക്കി വലിയ ശബ്ദവും ലൈറ്റുമൊക്കെയുള്ള വണ്ടികളും പാട്ടുപാടുന്ന കളിപ്പാട്ടങ്ങളും പാവകളും നമ്മൾ വാങ്ങിക്കൊടുക്കും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ കുട്ടിക്കത് മടുക്കും. പിന്നീട് അവർ കളിക്കുന്നത് വീട്ടിലെ പാത്രങ്ങൾ വെച്ചോ അല്ലെങ്കിൽ പഴയ പ്ലാസ്റ്റിക് കുപ്പികൾ വെച്ചോ ആയിരിക്കും. ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ വളരെ ശാസ്ത്രീയമായ ഒരു കാരണമുണ്ട്. പ്രത്യേകിച്ച് 2 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രായം, കുട്ടികളുടെ സംസാരശേഷി, വിരലുകളുടെ ബലം എന്നിവ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ കടയിൽ പോയി എന്ത് കളിപ്പാട്ടമാണ് അവർക്ക് വാങ്ങിക്കൊടുക്കേണ്ടത്? സ്ക്രീൻ ടൈം കുറക്കാനും അവരുടെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും സഹായിക്കുന്ന ഒരു സയൻറ്റിഫിക്കായ ടോയ് ബൈയിങ് ഗൈഡാണ്. അതായത് 2 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ഏതൊക്കെ ടോയ്സ് വാങ്ങിക്കൊടുക്കണമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ലോകപ്രശസ്തനായ ചൈൽഡ് സൈക്കോളജിസ്റ്റ് ജീൻ പിയാഷെയുടെ തിയറി പ്രകാരം 2 മുതൽ 7 വയസ്സ് വരെയുള്ള പ്രായത്തെ നമ്മൾ വിളിക്കുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ്. ഈ സമയത്ത് ലൈറ്റുള്ളതും തനിയെ പ്രവർത്തിക്കുന്നതുമായ കളിപ്പാട്ടങ്ങൾ കുട്ടികളെ പാസീവാക്കും. അതായത് കുട്ടിക്കൊന്നും ചെയ്യാനില്ല, കളിപ്പാട്ടമെല്ലാം തനിയെ ചെയ്യുന്നു, കുട്ടി വെറുതെ നോക്കി നിൽക്കുന്നു. ഇതിൽ നിന്നും അവരുടെ തലച്ചോറിന് ഒന്നും പഠിക്കാനില്ല. ഇവിടെ പിയാഷെ പറയുന്നത് കുട്ടികൾ സ്വന്തം കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് അവരുടെ തലച്ചോറ് വികസിക്കുന്നത് എന്നാണ്. കുട്ടികളുടെ വിരലുകൾക്ക് ബലം കിട്ടുമ്പോൾ അവരുടെ തലച്ചോറിൻ്റെ സംസാരവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും കൂടുതൽ ആക്റ്റീവാകുന്നു. വിരലുകളുടെ ചലനവും സംസാരവും തമ്മിൽ അത്ര വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ 2 മുതൽ 3 വയസ്സുള്ള കുട്ടികൾക്ക് നിങ്ങൾ പണം മുടക്കുന്നുണ്ടെങ്കിൽ, അതായത് കളിപ്പാട്ടം വാങ്ങാൻ നിങ്ങൾ പണം മുടക്കുന്നുണ്ടെങ്കിൽ, ഈ 5 തരം കളിപ്പാട്ടങ്ങളായിരിക്കണം നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ടത്. ഒന്നാമതായി ബ്ലോക്കുകൾ, മരത്തിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ ബ്ലോക്കുകൾ, അതായത് ക്ലാസിക് ബ്ലോക്കുകൾ. ഇത് കുട്ടികളുടെ ഭാവനയെയും പ്രശ്നപരിഹാര ശേഷിയെയും വളരെ വേഗത്തിൽ വളർത്തുമെന്ന് പിയാഷെ പറയുന്നത്. രണ്ടാമതായി പ്രിറ്റൻഡ് പ്ലേ സെറ്റ്സ്, അടുക്കള സെറ്റ്, ഡോക്ടർ സെറ്റ്, പാവകൾ തുടങ്ങിയ ഈ പ്രായത്തിലെ കുട്ടികൾക്ക് ഏറ്റവും പ്രത്യേകത അവർ സിംബോളിക്കായിട്ട് കളിക്കുന്നു എന്നാണ്. ഇത്തരം കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുമ്പോൾ അവർ നമ്മളെ അനുകരിച്ച് പുതിയ കാര്യങ്ങൾ സങ്കല്പിച്ച് സംസാരിക്കാൻ തുടങ്ങും. സംസാരം കൂടാൻ ഇതിലും മികച്ച ഒന്നില്ല. മൂന്നാമതായി ബിസി ബുക്സ് ആൻഡ് പസിലുകൾ. സ്ക്രീൻ ടൈം ഒഴിവാക്കാൻ ഏറ്റവും മികച്ച ഓപ്ഷനാണത്. ബിസി ബുക്കിലെ വെൽക്രോകൾ വലിച്ചെടുക്കുമ്പോഴും ഒട്ടിക്കുമ്പോഴും അവരുടെ പെരുവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ബലമായിട്ടുള്ള പിൻസർ ഗ്രാസ്പ് ഗണ്യമായി വർദ്ധിക്കുന്നു. അതിലെ ചിത്രങ്ങൾ കാണിച്ച് പേര് പറയുമ്പോൾ അവരുടെ വൊക്കാബുലറിയും വളരെ വേഗത്തിൽ വർദ്ധിക്കുകയും ചെയ്യും. അടുത്തതായി പ്ലേഡോയും ആർട്ടുകളും. ക്രയോണുകൾ, പ്ലേഡോ, കളിമണ്ണ് പോലുള്ളവ കുട്ടികൾക്ക് അവരുടെ മനസ്സിലെ ചിന്തകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും. കൈകളിലെ മസിലുകൾക്ക് നല്ല ബലം കിട്ടാനും ഇത് സഹായിക്കും. അഞ്ചാമതായി മാഗ്നറ്റിക് ടൈൽസ്. സ്വന്തമായി ഡിസൈൻ ചെയ്യാനും പണിയാനും തകർക്കാനും വീണ്ടും പണിയാനും അവർക്ക് അവസരം നൽകുന്നു. ഇതെല്ലാം തലച്ചോറിൻ്റെ ലോജിക്കൽ തിങ്കിങ് കൂട്ടുന്നവയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പിയാഷെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഒറ്റയടിക്ക് കൂട്ടിയിടുന്നതിന് പകരം കുറച്ച് കളിപ്പാട്ടങ്ങൾ, അതായത് 2-3 കളിപ്പാട്ടങ്ങൾ മാത്രം അവരുടെ മുന്നിൽ വെക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ പഴയത് മാറ്റി പുതിയത് സ്ഥാപിക്കുക. ഇതിനെ ടോയ് റൊട്ടേഷൻ എന്ന് പറയും. അപ്പോൾ അവർക്ക് എപ്പോഴും അതൊരു പുതിയ കളിപ്പാട്ടമായി തോന്നുകയും ചെയ്യും. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയട്ടെ. പല മാതാപിതാക്കളും എന്നോട് പറയാറുണ്ട്, മുബഷിർ, ഇത്തരം കളിപ്പാട്ടങ്ങൾക്ക് കുറച്ച് വില കൂടുതലാണല്ലോ എന്ന്. സത്യത്തിൽ ക്വാളിറ്റി ഉള്ളതും പ്രായത്തിന് അനുസരിച്ച് കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ടതുമായിട്ടുള്ള ഇത്തരം കളിപ്പാട്ടങ്ങൾ വിലയേറിയത് തന്നെയാണ്. പക്ഷേ അതിനായി നമ്മൾ മുടക്കുന്ന പണം വെറുമൊരു ചിലവല്ല. അത് നമ്മുടെ കുട്ടിയുടെ തലച്ചോറിലേക്കും അവരുടെ ഭാവിയിലേക്കുമൊക്കെയുള്ള ഒരു മികച്ച ഇൻവെസ്റ്റ്മെൻ്റായിട്ട് വേണം ഇതിനെ കാണാൻ. കുട്ടികൾ വളരെ വേഗം വളരും. അവർ വലുതായി കഴിയുമ്പോൾ അവരുടെ വളർച്ചയിലോ സംസാരത്തിലോ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ അന്ന് നമുക്ക് കുറച്ച് കാശ് മുടക്കി നല്ല കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ നല്ല നല്ല തെറാപ്പികൾ കൊടുക്കാമായിരുന്നു എന്നൊക്കെ കുറ്റബോധം തോന്നിയിട്ട് യാതൊരു കാര്യവും ഉണ്ടായിരിക്കില്ല. കാരണം ആ വിലപ്പെട്ട സമയം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഏറ്റവും മികച്ച ഇത്തരം ടോയ്സ് വാങ്ങാൻ നമ്മൾ മാതാപിതാക്കൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയാനും തുടർ വായനക്കുമായി
ഞാൻ റെഫർ ചെയ്ത ചില വെബ്സൈറ്റുകളുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ തീർച്ചയായും അതൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ കുട്ടി ഏറ്റവും കൂടുതൽ സമയം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ കളിപ്പാട്ടം ഏതാണ്? താഴെ കമൻറ്റ് ചെയ്യാമോ? കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ പോകുന്ന മാതാപിതാക്കൾക്ക് ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.